നമ്മളുള്ളത് DB കോളേജിന്റെ അങ്കണത്തിലാണ്. പ്രജിൻ, നമ്മൾ അന്വേഷിച്ച് നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. നമ്മുടെ കുരങ്ങന്മാരെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കുരങ്ങന്മാർ ഇഷ്ടംപോലെ ഉണ്ടോ ഇവിടെ? കുരങ്ങന്മാര് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ ചോറ്റുപാത്രം വല്ല എടുത്തിട്ട് പോകും. ശാസ്താംകോട്ട 3 കാര്യമാണ്. ശാസ്താംകോട്ട കോളേജ് അല്ല കായല്, ശാസ്താംകോട്ട കോളേജ്, ശാസ്താംകോട്ട കുരങ്ങ് അല്ലേ? ഇത് 3 ഏറ്റവും അറിയപ്പെടുന്നത്. വലിയ അല്ലേ? നിങ്ങൾ വരൂ കുഞ്ഞുങ്ങളെ വരൂ. ഈ കോളേജിലല്ലേ പഠിക്കുന്നത്? ഏതിനാ പഠിക്കുന്നത്? ഞാൻ BSc സ്റ്റാറ്റിസ്റ്റിക്സ്. മുളങ്കാട്ടിലൊക്കെ പോയിച്ചു വരിക ഞങ്ങള്. വരൂ. ഈ മുളങ്കാട് നമുക്ക് അടപ്പിക്കണം. ഈ മുളങ്കാട് നമുക്ക് നിലനിർത്തിക്കൊണ്ട് മുളങ്കാട്ടിനുള്ളിൽ കാട്ടു നീതിയായിട്ട് കയറിയ ആൾക്കാരെ നമുക്ക് അവസാനിപ്പിക്കണം. അതാണ് ഇവിടെ ഇത് മുളങ്കാട് അടപ്പിക്കാതെ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. കാരണം ഇത്രയും നല്ലൊരു കായലുണ്ട്, ശാസ്താംകോട്ട തടാകം, അതിന്റെ തീരത്ത് ഉള്ള മുളങ്കാട്. ഇത് ലഹരിക്കെതിരെ ഫൈറ്റ് ചെയ്ത് ഇതിനൊരു ടൂറിസം പദ്ധതിയായിട്ട്. മാത്രമല്ല ഇവിടെ ആൾക്കാർക്ക് ഒന്ന് കല്യാണം കഴിക്കാൻ വന്നിരിക്കും. ഫസ്റ്റ് കല്യാണം ഇവിടെ, അത് കഴിഞ്ഞിട്ട് കൊല്ലത്തൊക്കെ പോയിട്ട് ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അതെ നമ്മുടെയൊക്കെ സമയം പോയി അല്ലേ പറഞ്ഞു? അവർക്കൊക്കെ സമയമുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കോളേജ് യൂണിയൻ ചെയർമാനോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ DB കോളേജിന്റെ മനോഹരമായ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു കോളേജാണിത്. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് മഹാരഥന്മാർ, നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ടാ. നമുക്കൊരു വാർത്ത കൊടുക്കാനുണ്ടെന്ന് നമ്മുടെ സനൂപ് നമ്മുടെ പ്രൊഡക്ഷൻ റൂമിൽ പറയുന്നുണ്ട്. സനുവേ, നമുക്ക് നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ നമ്മളോടൊപ്പം ശരിയാണ്. താങ്കളുടെ പേരെന്താ? സഞ്ജു ജെ തരകൻ എന്നാണ്. സഞ്ജു ജെ തരകൻ. ഇവിടെ വീട് എവിടാ? എന്റെ ദേവലക്കര. നമുക്ക് ചെയർമാനോട് ചോദിക്കേണ്ട കാര്യത്തില്ല. നിങ്ങൾ KSU പ്രതിനിധീകരിക്കുന്ന യൂണിയൻ അല്ലേ ഇവിടെ? നമുക്ക് SFI ആയാലും KSU ആയാലും നമ്മൾ ഈ മുളങ്കാട്ടിന്റെ കാര്യങ്ങൾ അറിഞ്ഞു ഞെട്ടി. അതിന്റെ സൗന്ദര്യം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പകച്ചുപോയി. നിങ്ങളൊരു കോളേജിൽ ഇത്രയും വലിയ യൂണിയനൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇവിടെ കടന്നു കയറാൻ പറ്റുക? അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മോട്ടീവ്? ഇത് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്, പോലീസിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ട് അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ശാസ്താംകോട്ടിലെ CI പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ കുട്ടികൾ തന്നെ സംഘടിച്ച് ഇവിടെ ഉള്ള എൻട്രി അടയ്ക്കുക. ഇത് എന്നിട്ട് ഇതൊരു ടൂറിസ്റ്റ് സെന്ററാക്കി മാറ്റുക. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കോളേജിനൊക്കെ ഭാവിയിൽ വലിയ വരുമാനം ഉണ്ടാകാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യലുണ്ട്. നമ്മൾ സഹായിക്കും. അപ്പോൾ ചെയർമാൻ എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് തന്നെ പറഞ്ഞു ചെയർമാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ നിലവിലത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ ലഹരി ഉപയോഗം യുവാക്കളിൽ അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പം നമ്മുടെ KSUവിന്റെ പരമായിട്ടുള്ള സംസ്ഥാനത്ത് ക്യാമ്പസ് ജാഗരണ യാത്ര ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞതാണ്. അപ്പം പൊതുവേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നടന്നു നിൽക്കുന്നത് നമ്മൾ എന്താണ് മെസ്സേജ് കൊടുക്കാം? അപ്പം ലഹരി ഉപയോഗിക്കുക, സാധാരണ എല്ലാവരും ഉപയോഗിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു യാത്ര കൊണ്ട്, ഒരു ജാഗരണ യാത്ര കൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു അറിവ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സംഭവം അലേർട്ടായിരിക്കുക, നമ്മൾ അലേർട്ടായിരിക്കുക. നമുക്ക് എപ്പോൾ വേണേലും ഇപ്പം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ല, പക്ഷെ അലേർട്ടായിരിക്കുക. അതിനുവേണ്ടി ഇപ്പം നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം നിന്നെപ്പോലെ എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആയില്ലേ, നമുക്ക് കുഴപ്പമില്ല. അതായത് ഈ മുളങ്കാട് നമ്മൾ നേരെയാക്കാൻ തീരുമാനിച്ചു. 24 ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമ്മളോട് ചേരുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ളതിൽ ഈ കോളേജിലെ KSU യൂണിറ്റ് എന്ത് ചെയ്യും? നമ്മൾ മുളങ്കാട്ടിൽ ഉപയോഗിക്കുന്ന, അതായത് ഇപ്പം മുളങ്കാട് വഴിയായിട്ട് ഇനി എന്തെങ്കിലും ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അത് നോക്കണം, അല്ലെങ്കിൽ അത് പരിഗണിക്കണം എന്നുള്ളത് നമ്മൾ പോലീസ് മേധാവികളോട് ഉറപ്പായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ? പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ നേരത്തെ തന്നെ പോലീസ് മേധാവികളോട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശക്തിയായിട്ട്. അതെ, ഓക്കെ. താങ്ക് യു.